ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും നല്ല സെന്റാങ്കിൾ ഡിസൈൻ ആണ് ഇത്. ഇതെങ്ങനെ വരയ്ക്കാൻ നമുക്ക് നോക്കിയാലോ? ഈ വീഡിയോയുടെ അവസാനം ഈ ഡിസൈൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ തന്നെ ഈ കാണുന്ന പോലെ കുറച്ച് ഹേർട്ട് വരച്ച് കൊടുക്കുക. ചെറുതും വലുതായിട്ടുള്ള പല സൈസിലെ ഹേർട്ട് വരയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം അതിന്റെ ഉള്ളിൽ റെഡ് ഇങ്ക് കൊണ്ടോ സ്കെച്ച് കൊണ്ടോ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. കളർ ചെയ്യാൻ നേരം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അതിന്റെ ഉള്ളിലായിട്ട് ചെറിയൊരു പോർഷൻ ഒഴികെ ബാക്കിയെല്ലാം കളർ ചെയ്ത് കൊടുക്കുക. എന്താന്ന് വെച്ചാൽ ആ ഒരു വൈറ്റ് ഇതും കൂടെ വരുമ്പോഴത്തേക്കും നമ്മളുടെ ഹേർട്ട് കുറച്ചൊന്ന് പ്രൊജക്ട് ചെയ്യാൻ ഒരു 3D എഫക്റ്റ് ഇട്ടാൻ സാധിക്കും. അതിനുശേഷം ഈ കാണിക്കുന്ന പോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് കേർവ്സ് ഇങ്ങനെ വരച്ച് 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 പോവുക. ആ ഒരു ഫ്ലോയിൽ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവാനും അതേപോലെ നമ്മളുടെ ബ്രെയിൻ ഒക്കെ ഒന്ന് വർക്ക് ചെയ്ത് സ്ലോ ആകാനും നമ്മുടെ ആ ഒരു മൂഡിനെ റിഫ്രഷ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഈ കേർവ് ലൈൻസ് ഇങ്ങനെ വരച്ച് വരച്ച് പോകുമ്പോഴത്തേക്ക് ഒരു മിഡിൽ പോർഷൻ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ തെറ്റിയെന്ന് തോന്നും. പക്ഷെ അങ്ങനെ തോന്നിയാലും നമ്മൾ അത് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യരുത്, നമ്മളത് കണ്ടിന്യൂ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് ഫൈനൽ റിസൾട്ട് കാണുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സാറ്റിസ്ഫൈ ആകും. ഇതിലെ മെയിൻ ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ ഒരു ഡിസൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് നല്ല ക്ഷമ വേണം. ഇത് വരയ്ക്കാൻ ആകെ കുറച്ച് ക്ഷമ മാത്രം ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതിന്റെ ഫൈനൽ റിസൾട്ട് കിട്ടും. നമ്മുടെ ഫോക്കസിനെയും കോൺസെൻട്രേഷനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലപോലെ ഇത് ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് ആയിട്ട് പെൻസിൽ കൊണ്ട് ഷെയ്ഡും കൂടെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആവും. ഷെയ്ഡ് ചെയ്യാൻ നേരം ആ ഹേർട്ടിന്റെ ഭാഗം കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ട് ഷെയ്ഡ് ചെയ്താൽ നല്ലൊരു 3D എഫക്റ്റും കൂടെ കിട്ടും. പിന്നെ പുതിയ ഏതെങ്കിലും ടൈപ്പ് ഡിസൈനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ആർട്ട് ഞാൻ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയുക. പിന്നെ ഇതിന്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.